കൊല്ലം സിറാജ് പറഞ്ഞതുപോലെ തന്നെ പുതിയ പുതിയ കലാകാരന്മാർ വരട്ടെ, അതിന്റെ ഒരു സാധ്യതയും നിലവാരമൊക്കെ ഉയർന്നുകൊണ്ട് തന്നെ നിലനിൽക്കട്ടെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആഗ്രഹം. ഞാനപ്പോൾ ആദ്യം നമുക്ക് ഓരോരുത്തരുടെയും പെർഫോമൻസിലേക്ക് പോകാം. എന്തായാലും എ ഗ്രേഡുകാരാണ്, പരസ്പരം മത്സരിച്ച് എ ഗ്രേഡ് ഉറപ്പിച്ചവരാണ് റിസൾട്ട് വന്നപ്പോൾ. അപ്പോൾ ഇവർ തമ്മിൽ 1-2 സ്ഥാനങ്ങളുടെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ന്യൂസിലൻഡിന് വേണ്ടി ഒരു ചെറിയ ഒരു കോമ്പറ്റീഷനിലേക്ക് നമ്മൾ പോവുകയാണ് അല്ലേ. അതിൻ ദേവിന്റെ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള, ഏറ്റവും ഭംഗിയാണെന്ന് അതിൻ ദേവിന് കോൺഫിഡൻസ് ഉള്ള ഒരു 1-2 ഐറ്റം നമുക്ക് വേണ്ടിയിട്ട് ദാ മൈക്ക് ഞാൻ തരുവാണ്. ഞാൻ മൈക്ക് ഞാൻ പിടിക്കണോ അതോ നീ പിടിക്കുക? ഓക്കെ, ഞാൻ പൃഥ്വിരാജിനെ കാണിക്കാം. ഓക്കെ. അദ്ദേഹത്തിന്റെ പരസ്യത്തിലുണ്ടായിരുന്നു. കല്യാൺ സിൽക്സിൽ ലാഡി സെയിൽ ഇപ്പൊ വാങ്ങുവാണെങ്കിൽ ഇരട്ടി വാങ്ങാം. അപ്പൊ എങ്ങനെയാ, പോരുവല്ലേ കല്യാൺ സിൽക്സിലോട്ട്. മംഗല്യപ്പട്ടിന് അതൊരു ചോയ്സേ ഉള്ളൂ, കല്യാൺ സിൽക്സ്. അത് കലക്കി 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 ഞാൻ കണ്ടിരുന്ന സ്റ്റേജിൽ ചെയ്യുന്നത്. അപ്പൊ ഇനി ഒരെണ്ണം കൂടി ഞാൻ ഉമ്മൻചാണ്ടി സാറിന് ചെയ്യാം. മുൻമയ്ക്ക് വന്നൊരു ഗവൺമെന്റ് ഒരു തീരുമാനം പറഞ്ഞാൽ അതിന്റെ മുറയ്ക്ക് തന്നെ കാര്യങ്ങൾ ഞങ്ങൾ നടത്തുന്നതാണ്. നിങ്ങൾ ചാനൽക്കാരാണ് ഇതിന്റെ ഇതുപോലെ വഴിതിരിച്ച് വിടുന്നത്. ചാനൽക്കാര് നിന്റെയൊക്കെ വഴിതിരിച്ചാൻ വേണ്ടിയാണ് ഈ ലൈവ് ചെയ്യുന്നത്. എന്ത് കഷ്ടമാണെന്ന് നോക്കട്ടെ, നല്ലത് ചെയ്താലും ചാനലിന് അല്ലേ. ഓക്കെ, അതിന് ഇതിലേറ്റവും പ്രശ്നം എല്ലാവരും ബീറ്റ് ബോക്സിന്റെ ഒരു കുറെ ഇവന്റ് ചെയ്തിരുന്നു. എനിക്ക് അതിന്റെ ഒരു ബീറ്റ് ബോക്സ് ആണ്. ഞാൻ ബീറ്റ് ബോക്സ് ചെയ്തിട്ടില്ല. അതിന് ബീറ്റ് ബോക്സ് ചെയ്തില്ലായിരുന്നോ സ്റ്റേജില്? ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, വേറെ എന്താ ചെയ്തിരുന്നത്? ഞാനിങ്ങനെ ബാൻഡ് സെറ്റ്. ഓക്കെ, എന്നാ ബാൻഡ് സെറ്റ് നോക്കാം. പിടിക്കണോ? ഓക്കെ, അടിപൊളി. അപ്പം ഇപ്പോൾ നമ്മൾ അതിൻദേവിന്റെ പെർഫോമൻസ് കണ്ടു. അപ്പോൾ അതിൻദേവിന്റെ പെർഫോമൻസ് അത് പ്രേക്ഷകർ തന്നെ മാർക്കെടുത്ത് നമുക്ക് ഗ്രേഡും 1, 2, 3 സ്ഥാനങ്ങളൊന്നുമില്ല. അപ്പൊ അതിന്റെ എന്തായാലും എ ഗ്രേഡ് ഉണ്ട്. സ്റ്റേറ്റ് കലോത്സവത്തിന് ഗംഭീരമായി ചെയ്തതാണ്. ഇനി നമ്മൾ പോകുന്നത് അഭിനന്ദിലേക്കാണ്. അഭിനന്ദ് പോത്തൻകോടുകാരനാണ്, തിരുവനന്തപുരം ജില്ല. അപ്പോൾ അഭിനന്ദിന്റെ ഫേവറേറ്റ് ആയിട്ട് ഏതാണ്? എല്ലാം ചെയ്യും. ഓക്കെ, അപ്പോ അഭിനന്ദ് ഇതിപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യുന്നത് എന്താണ്? ഞാൻ മൈക്ക് പിടിക്കണോ, അഭിനന്ദ് കൈ പിടിക്കണം? ഓക്കെ, ശരി. അപ്പോൾ അഭിനന്ദ് ഏറ്റെടുത്തോ. ഇപ്പം ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ 5 സൗണ്ട് ഒരേ സമയം എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് കയ്യിലോട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സൗണ്ടിൻ്റെ ഒരു ഇത്. അടിപൊളി. ഒരു ബീറ്റ് ബോക്സിന്റെ ഒരു ഗംഭീര വേർഷനാണ് ചെയ്തത് അല്ലേ. ഇനി മറ്റൊരു ഐറ്റം നോക്കിയാൽ ബീറ്റ് ബോക്സ് അല്ലാതെ വേറൊരു ഐറ്റം ഏറ്റവും കോൺഫിഡന്റ് ആയി തോന്നിയത് ഏതാണ്? ബീറ്റ് ബോക്സ് അല്ലാതെ ഇപ്പം ഞാൻ ചെയ്യുന്നില്ല. ചെയ്യുന്നതിൽ പകുതിയും ബീറ്റ് ബോക്സിംഗ് ആണ്. അപ്പം കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ സൗണ്ട് DJ സോളാർ സരിത CD സോളാർ സരിത CD ഇവന്മാരൊക്കെ ഉണ്ടല്ലോ, ഇവന്മാരൊക്കെ ഐറ്റങ്ങൾ വേറെ ലെവലാണ്. അപ്പൊ അതാണ് അതിന്റെ ഒരു കാര്യം. ഇനി നമ്മൾ പോവുകയാണ് അർജുനിലേക്ക്. ഈ അർജുൻ കണ്ടാൽ വല്ലാത്ത ശാന്തനായിട്ടൊക്കെ തോന്നും, പക്ഷെ സ്റ്റേജിൽ അത്ര ശാന്തനായിട്ട് എനിക്ക് തോന്നിയില്ല. അർജുനെ ചിരിയൊക്കെ കൊള്ളാം. എന്തായിരുന്നു മെയിൻ ഐറ്റം? ഞാൻ വേറിട്ട രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കും അവിടെയുള്ള സംഗീത സംസ്കാരങ്ങൾ എങ്ങനെയായിരിക്കും നോക്കുകയാണെങ്കിൽ ഇപ്പൊ ചൈനയ്ക്ക് പോവുകയാണെങ്കിൽ അങ്ങനെയായിരിക്കും നോക്കാം. കൊറിയക്ക് പോവുകയാണെങ്കിലോ ജർമ്മനിക്ക് പോവുകയാണെങ്കിൽ അവിടെ മൊത്തം DJകളുടെ കളിയായിരിക്കും. അടിപൊളി. ഇനി ഇതിൽ നിന്ന് മറ്റൊരു ബീറ്റ് ബോക്സ് മാറ്റി വേറൊരു ഐറ്റം എടുത്താൽ ഏറ്റവും കോൺഫിഡന്റ് ഏതായിരിക്കും? ഞാൻ പണ്ട് കൊച്ചിൻ സാറിന്റെ ശബ്ദം ചെയ്യായിരുന്നു. പറഞ്ഞ മനസ്സിലായി.
അങ്ങനെയൊക്കെ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് പതുക്കെ ബീറ്റ് ബോക്സിലേക്ക് വന്നതാണ്, ഇഷ്ടപ്പെട്ട എനിക്ക് വന്നതാണ്. ഈ ബീറ്റ് ബോക്സിംഗ് ഇത്രയും മിമിക്രി യുവ താരങ്ങൾ ഏറ്റെടുക്കാനുള്ള കാരണം എന്താണ്? കാരണമായിട്ട് ഞാൻ കാണുന്നത് ഇത് കുറച്ച് യുവതലമുറകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം ഞാൻ സ്കൂളിൽ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ എനിക്ക് ഫാൻസ് ഇത് ഭയങ്കര ഫാൻസാണെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് അസൂയപ്പെടാറൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കണം ഇത് സ്റ്റേജുകളെ സജീവമാക്കാൻ വേണ്ടി ആയിരിക്കണം ഇത് തിരഞ്ഞെടുക്കാൻ കാരണം. പിന്നെ മറ്റൊരു കാരണം പറഞ്ഞാൽ ഇതൊരു തരത്തിലുള്ള അനുകരിക്കൽ തന്നെയാണ്, ഇൻസ്ട്രുമെന്റ്സിൽ അനുകരിക്കലാണ്. അതുകൊണ്ടായിരിക്കണം എടുക്കാൻ കാരണം എന്ന് തോന്നുന്നല്ലേ? ശരി, അപ്പോൾ നമ്മൾ 3 പേരുടെ പെർഫോമൻസ് കഴിഞ്ഞു. 3 പേരുടെ പെർഫോമൻസ് അവിടെ നിർത്തുന്നു. ഇനി നമ്മൾ വയനാട്ടുകാരൻ എഡ്വിൻ ആണ്. എഡ്വിൻ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് എന്നെ ഏറ്റവും അവസാനം ചെയ്യിപ്പിച്ചാൽ മതിയെന്ന് എനിക്ക് തോന്നുന്നു. ഇവന്മാർ 3 പേരെക്കാൾ നന്നായി ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഡ്വിൻ്റെ നമ്പർ അല്ലേ? അതെ, ഞാൻ മറ്റുള്ളവരിൽ നിന്ന് ബീറ്റ് ബോക്സ് മാറ്റി കുറച്ച് വെറൈറ്റി ആയിട്ട് നോക്കുകയാണ്. വെറൈറ്റി ആവണം കേട്ടോ. ശ്രമിക്കാം. ഓക്കെ, വെറൈറ്റി ആയി നോക്കുകയാണ്. ബീറ്റ് ബോക്സ് ചെയ്ത് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ സപ്പോസ് ആയിട്ട് ഒരു ബിരിയാണി വെക്കുക, ഒരു കോഴിക്കടയിലേക്ക് പോവാണ്. അപ്പോൾ കോഴിയെ ലൈവായിട്ട് അറുത്ത് ഡ്രമ്മിലിടുന്ന ഒരു ശബ്ദമുണ്ട്. കുറച്ച് ക്രൂവലാണ്, എന്നാലും അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഈ കോഴിയെ തന്നെ നമ്മൾ അറുത്ത് ഡ്രമ്മിലിടാൻ പോവാണ്. ചത്തു. ഓക്കെ, ചത്തു. ഇനി സെയിം നമ്മൾ പന്നി സ്റ്റൈലിൽ പോവാണെങ്കിൽ പന്നീന്റെ കുടുക്ക് വെച്ച് വലിക്കുന്ന ഒരു പ്രത്യേക ശബ്ദമുണ്ട്. അതൊന്ന് ശ്രമിച്ചു നോക്കാം. അതും ചത്തു. ഓക്കെ, അതും ചത്തു. ഓക്കെ, അപ്പൊ ഈ പന്നിയും കോഴിയും കൊള്ളാം. ഇനി അടുത്തൊരു സാധനം കൂടെ വേണം. പിന്നെ എഡ്വിന്റെ എന്നാ നമുക്കൊരു മ്യൂസിക് ആക്കാം. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആയ ജാസിൽ നിന്നും പഴയ നാടൻ പാട്ടിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ. Ninaji mucinaji kandu bacune. Dinaji pole poni bacune. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും ഈ 4 പേരും ചേർന്നു. അപ്പൊ എന്തായാലും 4 പേർക്കും ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് ഈ കലാരംഗത്ത് മിമിക്രി രംഗത്ത് സജീവമായിട്ടിരിക്കുന്നത് നാളത്തെ സ്റ്റേജ് ഷോ താരങ്ങളൊക്കെയായി തന്നെ നിങ്ങൾ മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പൊ ഓൾ ദ വിഷസ് എല്ലാവർക്കും കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു അർജുൻ, താങ്ക് യു അതിന്റെ. ഓക്കെ, അപ്പൊ നമ്മളെന്താണെങ്കിലും ഈ മിടുക്കന്മാരുടെ പെർഫോമൻസ് ആണ് കണ്ടത്. അവർക്ക് A ഗ്രേഡ് കിട്ടി. നമ്മുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് പ്രേക്ഷകർ തന്നെ വിലയിരുത്തുക. നന്നായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. നമുക്ക് എന്തായാലും ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേള.